സാമ്പത്തിക പ്രതിസന്ധി കാരണം വകുപ്പുകൾക്ക് അനുവദിച്ച പദ്ധതി വിഹിതം വെട്ടിക്കുറയ്ക്കാനുള്ള ധനവകുപ്പിന്റെ നീക്കത്തിൽ ആശങ്ക അറിയിച്ച് KSRTC. ബസ് വാങ്ങാനുള്ള തുക കുറയ്ക്കരുതെന്ന് കാണിച്ച് കത്തു നൽകി. പുതിയ സാഹചര്യത്തിൽ നേരത്തെ വേണ്ടെന്ന് വെച്ച പ്രധാനമന്ത്രി ഇ-ബസ് സേവാ സ്കീം വഴി ലഭിക്കുന്ന ബസ്സുകൾ കോർപ്പറേഷൻ വാങ്ങിയേക്കും. ചീഫ് സെക്രട്ടറിയും ധനസെക്രട്ടറിയും പങ്കെടുത്ത യോഗത്തിലാണ് സർക്കാർ വകുപ്പുകൾക്ക് അനുവദിച്ച പദ്ധതി വിഹിതം വെട്ടിക്കുറയ്ക്കാൻ തീരുമാനമെടുത്തത്. 15 വർഷം പൂർത്തിയായ 1500 ബസ്സുകൾ മാറ്റി പുതിയത് വാങ്ങാൻ ഒരുങ്ങുന്ന KSRTCക്ക് ഈ തീരുമാനം വലിയ പ്രതിസന്ധിയാണ്. 92 കോടി രൂപ ബസ് വാങ്ങുന്നതിനും ട്രെയിനിങ്, VGF കമ്പ്യൂട്ടറൈസേഷൻ, വർക്ക്ഷോപ്പ് നവീകരണം എന്നിവയ്ക്കുമായി 128.54 കോടിയുമാണ് കോർപ്പറേഷൻ അനുവദിച്ചിരുന്നത്. ബസ് വാങ്ങാനുള്ള തുക കുറയ്ക്കരുതെന്ന് കാണിച്ച് ഗതാഗത വകുപ്പ് സമീപിച്ചതിനെ തുടർന്ന് പുതുക്കിയ പ്രപ്പോസൽ അയക്കാൻ ധനവകുപ്പ് ആവശ്യപ്പെടുകയും നവീകരണത്തിനുൾപ്പെടെ അനുവദിച്ച തുക കുറച്ച് 110 കോടിയാക്കി കോർപ്പറേഷൻ സമർപ്പിക്കുകയും ചെയ്തു. കടുംവെട്ടിലേക്ക് ധനവകുപ്പ് നീങ്ങിയാൽ ബസ് വാങ്ങാനുള്ള തുകയും പകുതിയാകും. പുതിയ ബസ്സില്ലാതെ വന്നാൽ ഉണ്ടാകുന്ന പ്രതിസന്ധി പരിഹരിക്കാൻ കേന്ദ്രം തരുന്ന ഇ-ബസ് വാങ്ങുന്നതാണ് ഉചിതമെന്നതിലേക്ക് ചർച്ചകൾ എത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി ഇ-ബസ് സേവാ സ്കീം വഴി 950 ബസ്സുകളാണ് കേരളത്തിന് ലഭിക്കുന്നത്. സൗജന്യമായി ലഭിക്കുന്ന ബസ്സുകൾക്ക് കണ്ടക്ടറെ മാത്രം KSRTC അനുവദിച്ചാൽ മതി. RB സനൂപ്, മീഡിയ 1, തിരുവനന്തപുരം.